എമ്പുരാനെതിരെ വിമർശനം ആവർത്തിക്കുകയാണ് മേജർ രവി. സിനിമയിൽ ദേശവിരുദ്ധതയുണ്ടെന്നും സത്യാവസ്ഥ മറച്ചുപിടിച്ചെന്നും മേജർ രവി കുറ്റപ്പെടുത്തി. എന്നാൽ പടം മോശമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിയിട്ടില്ലെന്നും മേജർ രവി പറഞ്ഞു. ചേച്ചി പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ മോനെ ഒറ്റപ്പെടുത്തി, പടം നന്നല്ല എന്ന് പറഞ്ഞു എന്ന്. ഞാൻ എവിടെയാണ് പടം നന്നല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് പടം ഇറങ്ങി വരുന്ന സമയത്ത് യെസ്, ടെക്നിക്കലി ഇറ്റ്സ് എ ഫെൻറ്റാസ്റ്റിക് ഫിലിം. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. പിന്നെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, അപ്പോഴും പറയുന്നു. എസ് ശരൺ, മേജർ രവി ആവർത്തിക്കുകയാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്കെതിരെ അതിൽ ദേശവിരുദ്ധത മാത്രമാണ് താൻ എതിർത്തത്, സിനിമയെ താൻ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണോ മേജർ രവി പറയുന്നത്? അരുൺകുമാർ, തീർച്ചയായിട്ടും ഈ എമ്പുരാൻ വിവാദത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് മേജർ രവിയുടെ ഭാഗത്തു നിന്ന് പരസ്യ പ്രതികരണം ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ തന്നെ പലപ്പോഴായി അദ്ദേഹത്തെ ബന്ധപ്പെട്ടെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ഇന്ന് RSS കാര്യാലയത്തിലേക്ക് എത്തിയ ശേഷം, അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം RSS കാര്യാലയത്തിൽ എത്തിയ ശേഷം മടങ്ങുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞത്. അപ്പോൾ അദ്ദേഹം പ്രധാനമായും പറയുന്നത് താൻ പടം മോശമാണെന്നുള്ളത് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. താൻ സിനിമ കണ്ടതിന് ശേഷം പറഞ്ഞത് ഇത് ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു പടമാണെന്നുള്ളതാണ്. പക്ഷേ അതിൽ രാജ്യദ്രോഹമായിട്ടുള്ള ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതാണ് താൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഈ ചിത്രത്തിൽ സത്യാവസ്ഥ മറച്ചു പിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദേശവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നതെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന ഒരാളാണ് ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് വ്യക്തമാണ്, താൻ പേര് പറയുന്നില്ല, പക്ഷേ അത്തരത്തിൽ ഒരാളാണ് ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. മോഹൻലാലുമായിട്ട് വർഷങ്ങളുടെ നല്ല ബന്ധമാണ് ഉള്ളത്. ഒപ്പം തന്നെ മല്ലിക സുകുമാരന്റെ വിമർശനം സംബന്ധിച്ചും അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. മല്ലിക സുകുമാരൻ നേരത്തെ വലിയ രീതിയിൽ തന്നെ മേജർ രവിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിരുന്നതാണ്. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണെന്നുള്ള കുറ്റപ്പെടുത്തലാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞത് താൻ ഒരു ഘട്ടത്തിലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. തനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, താൻ നല്ലൊരു ആളായിട്ട് കാണുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് താൻ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, താൻ ഒരു ഘട്ടത്തിലും ഒറ്റപ്പെടുത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മല്ലിക സുകുമാരൻ ഇത്തരത്തിൽ പ്രതികരിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് അമ്മയുടെ വികാരമാകാം എന്നുള്ള മറുപടി കൂടിയാണ് മേജർ രവി നൽകിയിരിക്കുന്നത്. താങ്ക് യു. എസ് ശരൺ ആണ് വിവരങ്ങൾ നൽകിയത്. മേജർ രവി എമ്പുരാൻ ഒരു ദേശവിരുദ്ധ സിനിമയാണെന്ന് ആവർത്തിക്കുകയാണ്.